ടയറിന്റെ എവിടേക്ക് വിടുന്നു. ചെറിയ അപേക്ഷിച്ച് ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടെ വിലയാണ്. പൊളിഞ്ഞതാണെങ്കിലും സാധനം വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് അഴീക്കോട് ബീച്ചിലാണ്. ചെറായി ബീച്ചിനൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മനോഹരമാണ് അഴീക്കോട് ബീച്ച്. നമ്മൾ നേരത്തെ അവിടെ വേസ്റ്റ് ഇടുന്ന കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ മാലിന്യങ്ങൾ ഒരിക്കലും വലിച്ചെറിയരുതെന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ബോർഡുകൾ എഴുതി വെക്കുകയും പിന്നെ ഒരുപാട് ഡസ്റ്റ്ബിന്നുകളൊക്കെ അഴീക്കോട് ബീച്ചിൽ വെച്ചിട്ടുണ്ട്. ആൾക്കാരാണ് എങ്കിലും വളരെ മനോഹരമായ രീതിയിൽ ഒരു പിക്നിക് മൂഡിന് എത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് അഴീക്കോട് ബീച്ച്. നമുക്ക് കണ്ടു. നമ്മള് ചീനവലൊക്കെ ഇട്ടിട്ടുള്ള സെറ്റപ്പാണ്. ഇപ്പൊ വർക്കിംഗ് ആണോന്ന് അറിയത്തില്ല. ഇവരിത് മാൻപവർക്ക് മാറ്റിയിട്ട് ബൈക്കിന് വെച്ചിട്ട് പൊക്കാനുള്ള സെറ്റപ്പ് ആക്കി അല്ല. ഇവിടെ എല്ലാം ഇപ്പൊ ബൈക്കാന്ന് പറയുന്നത്. ബൈക്കിന്റെ ടയറിന്റെ എവിടേക്ക് വിടുന്നു. വൻ സെറ്റപ്പാണ്. അവരെടുത്തിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യും. അത് കാണുമ്പോൾ പൊക്കും. അപ്പൊ ആൾക്കാരുടെ ആ വലിച്ചു പൊക്കുന്ന ബുദ്ധിമുട്ടില്ല. ബൈക്ക് വെച്ചാണ് ഇപ്പൊ എല്ലായിടത്തും പരിപാടി. ഇവിടെ നല്ല ഒഴുക്കുള്ളതുകൊണ്ടകത്ത് വില അല്ലേ. അല്ല ഇത് ടൈമാണ്. നമ്മുടെ അഴീക്കോട് ബീച്ചിൽ ഇങ്ങനെ പുലിമുട്ട് കെട്ടി കടലിൻ്റെ നടുക്കോട്ട് പാതയിട്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് ഇവിടം വരെ വന്ന് കാണാം. ഏകദേശം കടലിൻ്റെ കണ്ടോ ഇത്രയും അകലത്തിനുള്ളിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഓളം ഉള്ളിലോട്ട് അല്ലേ. ഏകദേശം ഒരു 250-300 മീറ്റർ അകത്തേക്ക് നമ്മൾ പുലിമുട്ടിൻ്റെ ഏറ്റവും അറ്റത്ത് എത്തിയിരിക്കുകയാണ്. പുലിമുട്ട്
അപ്പോൾ നമ്മൾ ചെറായി ബീച്ചിൽ നിന്ന് നമ്മൾ ജങ്കാറൊക്കെ കയറി ഇപ്പോൾ അഴീക്കോട് ബീച്ച് കണ്ടു. അഴീക്കോട് ബീച്ച് നമ്മൾ ഇക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. സൂപ്പർ ബീച്ചായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതിനെ പറ്റി എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? കഴിഞ്ഞ ഞങ്ങളൊരു 10 വർഷം മുമ്പ് ഞങ്ങളിവിടെ വന്നായിരുന്നല്ലോ. അതിനകത്ത് ഇത്രയും സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അടിപൊളിയായി. ഇവിടെ ബീച്ച് ഫെസ്റ്റിവൽ നടക്കാറുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ബീച്ചിനെ കൂടുതൽ ബീച്ചിനെ നിരീക്ഷിച്ച പ്രദോഷിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പക്ഷെ അടിപൊളിയാണ്. കുട്ടികൾക്കും വീട്ടുകാർക്കും അല്ലെ ഫാമിലിക്ക് എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെറായി ബീച്ചിനെക്കാട്ടിലും അല്ലെങ്കിൽ മുനമ്പം ബീച്ചിനെക്കാട്ടിലും ഒക്കെ ഇപ്പം ടോപ്പിൽ നിൽക്കുന്ന ഒന്ന് സംഭവം അഴീക്കോട് ബീച്ചാണ്. കടകളുടെ കാര്യത്തിനാണേലും ആൾക്കാർക്കൊരു ഇരിക്കാനാണെങ്കിലും വണ്ടിയുടെ പാർക്കിംഗ് ആണെങ്കിലും ഒരുപാട് സെറ്റപ്പുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ അഴീക്കോട് ബീച്ച്. അപ്പോൾ നിങ്ങൾ എന്തായാലും അഴീക്കോട് ബീച്ചിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇക്ക അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇക്കയായിട്ടുള്ള ഈ ജേണി ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. നമുക്ക് എന്നെ മറക്കാനാവാത്തൊരു സംഭവമാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇക്കയുടെ ഫ്രണ്ടാണ്. പേര് ശരി. ഏറ്റവും സൂപ്പർ ചായ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ടോ നമുക്ക് ചായ കുടിക്കാം. അഴീക്കോട് നല്ലതാണ്. കൊടുങ്ങല്ലൂർ അഴീക്കോട് മാഞ്ഞാലിയോ?